നമസ്കാരം. പ്രധാന വാർത്തകൾ. ആകാംക്ഷയുടെ ഏതാനും മണിക്കൂറുകൾ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ജനവിധി ശനിയാഴ്ച അറിയാം. സംസ്ഥാനത്തെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയോടെ ഫലം പൂർണ്ണമായും അറിയാം. കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണമെന്ന് പരാതി. അക്രമം നടത്തിയത് CPM എന്ന് കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച CPM. കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ BJP തിളക്കമാർന്ന വിജയം നേടുമെന്ന് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. വാണിയംകുളത്ത് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്നും ആരോപണം. കള്ളവോട്ട് സംബന്ധിച്ച് തെളിവ് സഹിതം പരാതി നൽകിയിട്ടുണ്ട്. 30-ലേറെ സീറ്റ് നേടി പാലക്കാട് നഗരസഭാ ഭരണം BJP നിലനിർത്തുമെന്ന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ലക്ഷങ്ങളുടെ പൊടി തിന്ന യാത്രക്കാർ. തകർച്ചയിൽ നിന്ന് മോചനമില്ലാതെ ഷൊർണൂർ കുളപ്പുള്ളി പാത. അറ്റകുറ്റപ്പണി നടത്തി മാസം തികയും മുമ്പ് റൂട്ടിൽ വീണ്ടും മരണഗർത്തങ്ങൾ. അഴിമതിയുടെ ദുരന്ത വഴിയിൽ അപകടങ്ങൾ പതിവ് കാഴ്ച. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം വൈകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് നവംബറിൽ കന്നുകാലികൾക്ക് നൽകാറുള്ള പ്രതിരോധ കുത്തിവയ്പ് ഇനിയും നടന്നില്ല. കന്നുകാലി സമ്പത്തിനെ ഏറെ ആശ്രയിക്കുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് കുളമ്പു രോഗം കടുത്ത വെല്ലുവിളി. തുലാമഴ കുറഞ്ഞത് രണ്ടാം വിള നെൽകൃഷിക്ക് തിരിച്ചടിയായി. പല പാടശേഖരങ്ങളും ഉണക്കു ഭീഷണിയിൽ. കാർഷിക ജലസേചനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങളിലായാണ് ശനിയാഴ്ച വോട്ടെണ്ണുക. ഉച്ചയ്ക്ക് മുമ്പ് ഫലം ഏറെക്കുറെ പൂർണ്ണമായി അറിയാനാകും. വീറും വാശിയുമാർന്ന മത്സരത്തിന് ശേഷം ഫലമറിയാനുള്ള കാത്തിരിപ്പിലാണ് നാട്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ ഫലം സംബന്ധിച്ച ചിത്രം തെളിയും. ഉച്ചയ്ക്ക് മുമ്പ് ഫലം പൂർണ്ണമായും അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ ലഭിക്കും. 244 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തൃശൂർ ജില്ലയിൽ 24-ഉം പാലക്കാട് ജില്ലയിൽ 20-ഉം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വരണാധികാരിയുടെ ടേബിളിൽ തപാൽ ബാലറ്റാണ് ആദ്യം എണ്ണി തുടങ്ങുക. തുടർന്ന് EVM വോട്ടുകൾ എണ്ണും. നഗരസഭകളിലെ ഫലങ്ങൾ ത്രിതല പഞ്ചായത്ത് ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നിലയും തുടർന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് വിവരവും ലഭ്യമാകും. ഒരു വാർഡിലെ തപാൽ വോട്ടുകളും ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് ഫലപ്രഖ്യാപനം നടത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 74.88. നഗരസഭയിൽ 28,788 പേർ വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ 75.88% പുരുഷന്മാരും 74.1% സ്ത്രീകളും വോട്ട് ചെയ്തു. രാത്രി ഏറെ വൈകിയാണ് യഥാർത്ഥ പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തുവന്നത്. ഇത്തവണ ആകെ 74.88% വോട്ട് രേഖപ്പെടുത്തി. ആകെ 35 വാർഡുകളിലേക്കാണ് പോളിംഗ് നടന്നത്. ആകെ 38,447 വോട്ടർമാരിൽ പോൾ ചെയ്തത് 28,778 വോട്ടർമാരായിരുന്നു. 75.88% പുരുഷ വോട്ടർമാർ രേഖപ്പെടുത്തിയപ്പോൾ 74.01% സ്ത്രീ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് 3 വാർഡുകളാണ്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ വാർഡ് ഷൊർണൂർ AUP സ്കൂൾ 22 വാർഡിലാണ്. 60.64% പോളിംഗ് മാത്രം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. വോട്ടെണ്ണൽ കേന്ദ്രമായ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ടേബിളുകളിലായി ആദ്യഘട്ട വോട്ടെണ്ണൽ നടക്കും. 7 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നഗരസഭയിലെ മുഴുവൻ ഫലങ്ങളും അറിയാനാകും. 35 വാർഡുകളിലേക്ക് നടന്ന ഷൊർണൂരിലെ തദ്ദേശ പോരിലെ ജനവിധി ശനിയാഴ്ച അറിയാം. വോട്ട് പെട്ടികൾ തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഷൊർണൂർ ഇത്തവണ ആർക്കൊപ്പമാകുമെന്ന കാത്തിരിപ്പിലാണ് മുന്നണികളും വോട്ടർമാരും. ഷൊർണൂരിൽ 2020-ൽ 76.3% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 2025-ൽ 74.88 പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഷൊർണൂരിലെ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. രാവിലെ 7 മണിക്ക് സ്ട്രോങ് റൂം തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകൾ 2 കൗണ്ടറുകളിലും EVM മെഷീനിലെ വോട്ടുകൾ 5 ടേബിളുകളുമായിട്ടാണ് എണ്ണി തുടങ്ങുന്നത്. ആദ്യ റൗണ്ടിൽ
1 മുതൽ 5 വരെയുള്ള വാർഡുകളിലെ വോട്ടുകളാണ് എണ്ണുക. രണ്ടാം റൗണ്ടിൽ 6 മുതൽ 10 വരെയുള്ള വാർഡുകളുടെ വോട്ടുകൾ എണ്ണും. ഈ ക്രമത്തിൽ 7 റൗണ്ടിൽ 35 വാർഡുകളുടെയും വോട്ടെണ്ണൽ പൂർത്തിയാക്കാനാകും. ഏകദേശം 11:30-ക്കും 12 മണിക്കുമിടയിൽ മുഴുവൻ ഫലവും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെ CPIM പ്രവർത്തകരുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. എന്നാൽ ആക്രമണത്തിൽ CPMന് പങ്കില്ലെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെടും എന്ന ആശങ്കയിലും വ്യാകുലതയിലും CPM നടത്തുന്ന ഗുണ്ടായിസം കോട്ടായി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ DYFIയും CPMൻ്റെയും SFIൻ്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ, INDC പ്രവർത്തകരുടെ വീടുകളും തെരഞ്ഞു കണ്ടുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ടുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിക്കുകയുണ്ടായി. അതിനുള്ള പ്രധാന കാരണം പോലീസിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് CPM പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ആക്രമണം നടത്തുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ കോൺഗ്രസുമായി വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത ആക്രമണം കാണിക്കാതെ വളരെ പരിധിവരെ സൗഹാർദ്ദമായിട്ട് പോയിരുന്ന ഒരു സാഹചര്യത്തിൽ മാറി CPMന് ഇപ്പോൾ 2 ഗ്രൂപ്പാണ്. ഒന്ന് ഇവിടെ ഔദ്യോഗിക ഗ്രൂപ്പും രണ്ടാമത് കോൺഗ്രസ് വിട്ടുപോയ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള CPM ഗ്രൂപ്പും. ആ ഗ്രൂപ്പ് അക്രമം അഴിച്ചുവിടുന്നതിന് വ്യാപകമായ ശ്രമമാണ്. മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് കോട്ടായി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചു. ഒറോഡ് സ്വദേശി റഫീഖിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതിപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച CPMകാരെ പിടികൂടി നിയമപരമായി കേസെടുത്ത് ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാത്രി 10 മണിക്ക് കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. അക്രമികൾക്കെതിരെ കേസെടുക്കാതെ സ്റ്റേഷൻ വിട്ടുപോയില്ലെന്ന ശാഠ്യത്തിൽ പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. CPMൻ്റെയും DYFIൻ്റെയും പ്രവർത്തകർ കോൺഗ്രസിന്റെ വീടുകൾ ആക്രമിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകരെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വന്ന് പരാതി കൊടുത്തു. ഇന്നലെ പോലീസുകാർക്ക് ഇലക്ഷൻ ദിവസം കോൺഗ്രസുകാർക്ക് വധഭീഷണിയുണ്ടെന്നും മർദ്ദിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് വീടുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ രേഖാമൂലം പരാതി കൊടുത്ത് റെസീറ്റ് വാങ്ങിയതാണ്. ഇന്ന് വൈകിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചേനങ്കാടിൽ 500ഓളം വരുന്ന CPMൻ്റെ ഗുണ്ടകൾ, പല പഞ്ചായത്തുകളിൽ നിന്നുമായി CPMൻ്റെ ഗുണ്ടകൾ വന്ന് വായനശാല ഭാഗത്ത് തമ്പടിക്കുകയും ഞാൻ CIനെ വിളിച്ച് ബന്ധപ്പെടുകയും ചെയ്തു. CI അവിടെ വന്നു എങ്കിലും CIൻ്റെ കൺട്രോളിൽ പെടാത്ത കുറച്ച് ആളുകൾ അപ്പുറത്ത് ചാടുകയും സതീശൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും മാത്രമുള്ള വീടിലെ കയറി ആ സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ജനലുകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പോലീസ് അവിടുന്ന് വന്ന ആ ഗുണ്ടകൾ 40ഓളം വരുന്ന ഗുണ്ടകള് പനങ്കാവിൽ റഫീഖിന്റെ വീട്ടിൽ പോയി വീട് ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അവസാനം അക്രമികൾക്കെതിരെ കേസെടുക്കാവുന്ന ആലത്തൂർ DSPയുടെ ഉറപ്പിന്മേലാണ് രാത്രി 11-ന് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. അതേസമയം കോട്ടായി സെന്ററിൽ ഉണ്ടായ ആക്രമണം കോൺഗ്രസുകാർ കരുതിക്കുട്ടി ഉണ്ടാക്കിയതാണെന്നും തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി ഉണ്ടായ ആക്രമണത്തിൽ CPMന് പങ്കില്ലെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ BJP തിളക്കമാർന്ന വിജയം നേടുമെന്ന് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. വാണിയംകുളം പഞ്ചായത്തിൽ ഉൾപ്പെടെ പലയിടത്തും കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ടെന്നും രേഖകൾ സഹിതം ഇത് സംബന്ധിച്ച് കലക്ടർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്നും വേണുഗോപാൽ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാണിയംകുളം പഞ്ചായത്തിൽ 18-20 വാർഡുകളിൽ ഒരേ വ്യക്തി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് P വേണുഗോപാൽ പറഞ്ഞു. യുവതിയുടെ പേരുവിവരം ഉൾപ്പെടെ എല്ലാ തെളിവുകളും സഹിതം കലക്ടർക്ക് BJP പരാതി നൽകിയിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകൾ 2 വാർഡിൽ വോട്ട് ചെയ്തിരിക്കുന്നു. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകൾ ചെയ്തു എന്ന് പറയുമ്പോൾ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുകയും അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പേരിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വ്യാപകമായ ജനാധിപത്യ അട്ടിമറിയാണ് CPM കോൺഗ്രസും ചെയ്തിട്ടുള്ളത്.
പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ BJP തിളക്കമാർന്ന വിജയം നേടും. ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കും. ചില സ്ഥലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ CPM-ഉം കോൺഗ്രസും നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. വ്യാപകമായി കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നും P. വേണുഗോപാൽ ആരോപിച്ചു. വ്യാപകമായുള്ള കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട്. വോട്ട് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അതാ കള്ളൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്ന കള്ളന്റെ അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ ഓഫീസ് നിൽക്കുന്ന ഈ വാർഡിൽ പല കെട്ടിടങ്ങളിലെയും അഡ്രസ്സിൽ വ്യാപകമായ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. അവര് ആ പ്രദേശങ്ങളിൽ വോട്ട് ചോദിക്കാൻ പോകുന്ന പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായത് ആ വീടുകളിൽ അല്ലെങ്കിൽ ആ ഫ്ലാറ്റുകളിൽ അത്തരത്തിലൊരാൾ ഇതിന് മുന്നേയോ അല്ലെങ്കിൽ സമീപകാലത്ത് എപ്പോഴും അവിടെ താമസിച്ചിട്ടില്ല. അത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരാണ് ആ വോട്ട് ചേർത്തത് എന്ന് വ്യക്തമാവുകയും അതിന്റെ മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. BJP വെസ്റ്റ് ജില്ലാ സെക്രട്ടറി N. മണികണ്ഠൻ, ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജൻ, വാണിയംകുളം ഏരിയ പ്രസിഡന്റ് P. സുനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് നഗരസഭയിൽ 30-ലധികം സീറ്റ് നേടി BJP അധികാരം നിലനിർത്തുമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിഞ്ഞിട്ടും പിടികൂടാൻ കഴിയാതിരുന്നത് പിടിപ്പുകേടാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ കോൺഗ്രസിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് രാഹുലിനെ ബൊക്ക നൽകി സ്വീകരിച്ചതെന്നും ഇതെങ്ങനെയെന്നും പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാട്ടി. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഇവിടെ പാലക്കാട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചതാരാണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഈ ഷാഫിയെയും രാഹുലിനെയൊന്നും ഒഴിവാക്കി പോവാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടെ ബോധ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവര് ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു, അതേ സമയത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരൊക്കെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ തുടക്കം മുതൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പാലക്കാട് നഗരസഭയിൽ BJPക്ക് തുടർഭരണം കിട്ടുമെന്നതിൽ സംശയമില്ല. മിക്ക പഞ്ചായത്തുകളിലും ഭരണത്തിന്റെ കടിഞ്ഞാൺ BJP ഏറ്റെടുക്കും. രാഹുൽ വിഷയത്തിൽ തുടക്കം മുതലുള്ള നിലപാടാണ് BJPക്ക് ഇപ്പോഴുമുള്ളത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും. നിരവധി കേസുകൾ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട്. ഇതുകൊണ്ടാണ് കയ്യെത്തും ദൂരത്ത് രാഹുലുണ്ടായിട്ടും പോലീസിനെ പിടികൂടാൻ കഴിയാതിരുന്നതെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ വിജയം പ്രതീക്ഷിച്ച് മുന്നണികൾ. ജില്ലയിൽ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ച പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശ്ശി. മുൻ MLA ഗോപിനാഥ് ഇടതുപക്ഷത്തോടൊപ്പം നേരിട്ട തിരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പമെന്ന് കൂട്ടലും കിഴിക്കലും നടത്തുകയാണ് LDF, UDF, NDA പ്രവർത്തകർ. നരകതുല്യം കൊളപ്പുള്ളി ഷൊർണൂർ പാത തകർന്നടിഞ്ഞും പൊടിശല്യവും മൂലം ഈ റൂട്ടിലൂടെയുള്ള യാത്ര ദുസ്സഹമാകുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് വർഷം തോറും നവീകരണ പ്രവർത്തികൾ ചെയ്യുക എന്നത് PWDയുടെ ഒരു തമാശ മാത്രമാണ്. പൊതുവാൾ ജംഗ്ഷൻ മുതൽ കുളപ്പുള്ളി വരെ റോഡ് എന്ന് പറയാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ റോഡ്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. നല്ലൊരു ശതമാനം വാഹനങ്ങളും വലിയ ഭാരം കയറ്റിയ ടോറസ് ലോറികളാണ്. ഇരുചക്ര വാഹനക്കാർക്കും മുച്ചക്ര വാഹനക്കാർക്കും ഈ കിലോമീറ്റർ താണ്ടണമെങ്കിൽ ശ്വാസം പിടിച്ചു വേണം. ഈ വർഷം തന്നെ ലക്ഷങ്ങളാണ് പുനരുദ്ധാരണ പ്രവർത്തനം എന്ന നിലയിൽ ഈ റോഡിന് വേണ്ടി ചെലവഴിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, PWD എന്ന് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തിയോ മൂന്നാം നാൾ പഴയപടി തന്നെ ആകുക എന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഈ റോഡിന്റെ പ്രത്യേകതയാണ്. കോറി വേസ്റ്റ് നിരത്തിയും കുറച്ച് മറ്റൊരുകളും നിരത്തിയും ഓട്ടടയ്ക്കുന്ന PWDയുടെ തമാശ തുടരുകയാണ്. കരാറുകാരൻ ബില്ല് വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും റോഡ് പൂർവ്വസ്ഥിതിയിലാകുന്ന കാഴ്ച തന്നെയാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഒരു മഴ പെയ്താൽ ഭാരതപ്പുഴയിൽ സംഭരിക്കാൻ കഴിയാത്തത്ര വെള്ളം ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ സംഭരിക്കാൻ കഴിയും എന്നത് ഈ റോഡിന്റെ പ്രത്യേകതയാണ്. വലിയ വലിയ ഗർത്തങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കുളപ്പുള്ളി പൊതുവാൾ ജംഗ്ഷൻ റോഡ്. ഇനിയും ഈ റോഡിലേക്ക് ലക്ഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള വർക്ക് ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പറളിയിൽ പട്ടാപ്പകൽ തട്ടുകടയ്ക്കുനേരെ സാമൂഹ്യവിരുദ്ധന്റെ തേർവാഴ്ച. പറളി ചെക്ക് പോസ്റ്റിനടുത്തുള്ള തട്ടുകടയ്ക്കുനേരെയാണ് സാമൂഹ്യവിരുദ്ധന്റെ പരാക്രമങ്ങൾ അരങ്ങേറിയത്. പറളി ചെക്ക് പോസ്റ്റിൽ നിന്ന് മുണ്ട് റോഡിലേക്ക് തിരിഞ്ഞ ഉടനെ പാതയോരത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സാമൂഹ്യവിരുദ്ധൻ തേർവാഴ്ച നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തട്ടുകടയിൽ ചായ കുടിക്കാനെത്തി കടമറച്ച ടാർപോളിൻ നശിപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പരാക്രമത്തിന് തുടക്കം കുറിച്ചത്. തട്ടുകടയ്ക്ക് മുന്നിൽ എതിർവശത്തായി പാതയോരത്തെ മാലിന്യക്കുട്ട കടയുടെ മുന്നിലേക്ക് വലിച്ചിട്ടും കല്ലും കട്ടയും റോഡിൽ നിരത്തിയുമാണ് പരാക്രമം സൃഷ്ടിച്ചത്. യഥേഷ്ടം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കല്ലും കട്ടയും നിരത്തിയതിനാൽ വാഹന ഗതാഗതം ദുഷ്കരമായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഷാജുവിൻ്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചട്ടിച്ചെടി എന്നിവയും ബിജുവിൻ്റെയും ജിജുവിൻ്റെയും വീടുകളിലെ സൈക്കിളുകളും നക്ഷത്രങ്ങളും നശിപ്പിച്ചു. വൈദ്യുതി ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ പൈപ്പിൻ്റെ ടാപ്പ് തുറന്നുവിടുകയും ചെയ്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വിവരമറിയുന്നത്. തുടർന്ന് വീട്ടുകാർ വരന്തരപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ ഫ്യൂസ് ഉരുണ്ടുപോയിണ്ടായിരുന്നു. ഞങ്ങൾ കറണ്ട് പോയപ്പോൾ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നമ്മുടെ സ്റ്റാർ ഊരിയിട്ട് പോയിണ്ടായി, ഫ്യൂസ് ഉരുണ്ടുപോയി. അതുപോലെ ചെരുപ്പുകൾ ചവിട്ടി ഇതെല്ലാം അപ്പുറത്തെ കാനയിലേക്കും പറമ്പുകളിലേക്കായിട്ട് അവരെറിഞ്ഞ് കളഞ്ഞേക്കായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്ന് ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും സൈക്കിളുകളും കണ്ടെത്തി. ഞാൻ ഇവരുടെ അയൽവാസിയാണ്. അപ്പോൾ ഇവർ ഫസ്റ്റ് പറഞ്ഞ് ഈ മോഷണ സൈക്കിളും കാര്യങ്ങളും മോഷണമൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ പരിസരത്തൊക്കെ പറമ്പുകളിൽ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു സൈക്കിള് പാലത്തിൻ്റെ അവിടെ നമ്മുടെ തൊട്ടില്ലാശം നീങ്ങിയിട്ട് പാലത്തിൻ്റെ അവിടെ താഴത്തൊരു തോട്ടിൽ കിടക്കണുണ്ടത്. പിന്നെ അവർ വീട്ടിലത്തെ സ്റ്റാർ നമ്മൾ ക്രിസ്മസ് ആയിട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ച് പറിച്ച് പിന്നെ ഫ്യൂസ് ഊരിയിട്ടുണ്ടായിരുന്നു. ഫ്യൂസ് കാണാനില്ല. പിന്നെ ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളം പോണ രീതിയിൽ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം ചിലപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശമായിരിക്കാം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തുലാമഴ കുറഞ്ഞത് 2ാം വിള നെൽകൃഷിക്ക് തിരിച്ചടിയായി. വരൾച്ച ഭീഷണിയിലാണ് പാലക്കാട് ജില്ലയിലെ പല പാടശേഖരങ്ങളും. ചില പ്രദേശങ്ങളിൽ കാർഷിക ജലസേചനം ഇപ്പോഴും കാര്യക്ഷമമല്ല. കനാലുകളുടെ ശോച്യാവസ്ഥ പല മേഖലകളിലും കാർഷിക ജലസേചനത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. മിക്ക കനാലുകളും കാടുകെട്ടിയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയും ഒഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഈ പ്രതിസന്ധി നിലനിൽക്കെയാണ് തുലാമഴയിലുണ്ടായ കുറവ് നെൽകർഷകർക്ക് കൂടുതൽ പ്രഹരമായത്. പല പാടശേഖരങ്ങളും ഉണക്കുഭീഷണിയിലാണ്. വയലുകൾ കതിരണിയാനിരിക്കെയാണ് കടുത്ത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം പല മേഖലകളിലും കർഷകർ വിശ്വസിച്ച് 1ാം വിള നെൽകൃഷിക്ക് മുതിരാറില്ല. 2ാം വിളയാണ് ആശ്രയം. വരൾച്ച രൂക്ഷമായതോടെ 2ാം വിള നഷ്ടത്തിലാകുമെന്ന ആശങ്ക പരക്കെ പടർന്നിട്ടുണ്ട്. ഡിസംബറിൽ മഴയ്ക്കുള്ള സാധ്യതകൾ വിരളമാണെന്നിരിക്കെ കാർഷിക ജലസേചനം കാര്യക്ഷമമാക്കി നെൽകർഷകരെ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. നെല്ലെടുപ്പ് സംബന്ധിച്ചുൾപ്പെടെയുള്ള പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന നെൽകർഷകർക്ക് കൂടുതൽ കടുത്ത പരീക്ഷണങ്ങളുടെ നാളുകളാണിത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കന്നുകാലികൾക്ക് കുളമ്പു രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ് യജ്ഞം വൈകുന്നതായി പരാതി. ഉദ്യോഗസ്ഥർ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളുടെ തിരക്കിലായതാണ് കുത്തിവയ്പ്പിനെ ബാധിച്ചത്. നവംബറിൽ ആരംഭിക്കേണ്ടിയിരുന്ന കന്നുകാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ഇനിയും തുടങ്ങിയിട്ടില്ല. സാധാരണ കാറ്റ് ശക്തമാകുന്നതിന് മുമ്പ് വാക്സിനേഷൻ ആരംഭിക്കുന്നതാണ് പതിവ്. ഉദ്യോഗസ്ഥർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ തെരഞ്ഞെടുപ്പ് നടപടികളുടെ തിരക്കിലായതാണ് കുത്തിവയ്പ്പിനെ ബാധിച്ചത്. സംസ്ഥാനത്ത് വർഷത്തിൽ 2 തവണ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയാണ് കുളമ്പ് രോഗം പ്രതിരോധിക്കുന്നത്. ജില്ലയിൽ ചിലയിടങ്ങളിൽ കുളമ്പ് രോഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 17 മുതൽ കുത്തിവയ്പ് ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തിരക്കിലായിരുന്നതിനാൽ ഡിസംബർ 17 മുതൽ കുത്തിവയ്പ് ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച സംശയം നിലനിൽക്കുന്നുണ്ട്. പശുക്കൾക്ക് പുറമെ എരുമ, പോത്ത് എന്നിവയ്ക്കാണ് കുത്തിവയ്പ് എടുക്കുന്നത്. സംസ്ഥാനത്ത് കന്നുകാലി സമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്കാണ് കുത്തിവയ്പ് എടുക്കേണ്ടത്. രോഗം പടരുന്നതിന് മുമ്പ് കുത്തിവയ്പ് നടപടികൾ ആരംഭിക്കണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മാറ്റുലി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഒരിക്കലും ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തികളെ അധിഷ്ഠിതമായിട്ടായിരിക്കും ഫലം വരിക. അത് ഓരോ പ്രദേശത്തെ വ്യക്തികളുടെ പോലെയായിരിക്കും വിജയം. സാധാരണഗതിയിൽ ഈ തദ്ദേശ ഇലക്ഷനിലൊക്കെ കേരളം ഇത്തവണ ചിലപ്പോൾ ഒരു പരിധിവരെ മാറിയേക്കാം. പക്ഷെ മുൻകാലത്ത് നിങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം അതുപോലെ തന്നെ ആയിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആകാംക്ഷയുടെ ഏതാനും മണിക്കൂറുകൾ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ജനവിധി ശനിയാഴ്ച അറിയാം. സംസ്ഥാനത്തെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയോടെ ഫലം പൂർണ്ണമായും അറിയാം. കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണമെന്ന പരാതി. അക്രമം നടത്തിയത് CPM എന്ന് കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച CPM. കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലും BJP തിളക്കമാർന്ന വിജയം നേടുമെന്ന് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. വാണിയംകുളത്ത് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്നും ആരോപണം. കള്ളവോട്ട് സംബന്ധിച്ച് തെളിവ് സഹിതം പരാതി നൽകിയിട്ടുണ്ട്. 30-ലേറെ സീറ്റ് നേടി പാലക്കാട് നഗരസഭാ ഭരണം BJP നിലനിർത്തുമെന്ന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ലക്ഷങ്ങളുടെ പൊടി തിന്ന യാത്രക്കാർ. തകർച്ചയിൽ നിന്ന് മോചനമില്ലാതെ ഷൊർണൂർ കുളപ്പുള്ളി പാത. അറ്റകുറ്റപ്പണി നടത്തി മാസം തികയും മുമ്പ് റൂട്ടിൽ വീണ്ടും മരണഗർത്തങ്ങൾ. അഴിമതിയുടെ ദുരന്ത വഴിയിൽ അപകടങ്ങൾ പതിവ് കാഴ്ച. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം വൈകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് നവംബറിൽ കന്നുകാലികൾക്ക് നൽകാറുള്ള പ്രതിരോധ കുത്തിവയ്പ് ഇനിയും നടന്നില്ല. കന്നുകാലി സമ്പത്തിനെ ഏറെ ആശ്രയിക്കുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് കുളമ്പു രോഗം കടുത്ത വെല്ലുവിളി. തുലാമഴ കുറഞ്ഞത് രണ്ടാം വിള നെൽകൃഷിക്ക് തിരിച്ചടിയായി. പല പാടശേഖരങ്ങളും ഉണക്കു ഭീഷണിയിൽ. കാർഷിക ജലസേചനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.